CPM-ൽ കൂട്ടയടി കൂട്ടത്തല്ല് കാരണം പിണറായിയെ പിടിച്ചു പുറത്താക്കുക. ഏതാണ്ട് പിടിച്ചു കഴിഞ്ഞു, പിടികൂടി കഴിഞ്ഞു. ഇനി എടുത്തൊരൊറ്റയേറാണ് അറബിക്കടലിലേക്ക് പിണറായി യുഗം അവസാനിക്കുകയാണ്. കേരളത്തിൽ പിണറായി യുഗം അവസാനിക്കുകയാണ് എന്ന് തന്നെ കരുതിക്കോ. അതിന്റെ തുടക്കമാണ് ഈ പൊട്ടിച്ച ഈ വെടി. പിന്നാലെ ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും പൊട്ടിച്ച വെടി. അവരുടെ ലക്ഷ്യം കാരണഭൂതം മാത്രമല്ല, കാരണഭൂതത്തിന്റെ ഒന്നാം നമ്പർ പെട്ടി തൂക്കിയായ KK രാഗേഷ് എന്ന് പറയുന്ന ഒലിപ്പീസൻ ദിവ്യായ സയ്യർക്ക് വേണ്ടിയിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഇവന്റെ കാപട്യം തുറന്നു കാണിക്കുകയാണ്. ഉളുപ്പില്ലാത്തവനെ ദിവ്യായ സയ്യർക്ക് വേണ്ടി എന്തിനാണോ മോങ്ങുന്നത് എന്ന് ചോദിക്കുന്നത് ശൈലജ ടീച്ചറും PK ശ്രീമതിയുമാണ്. അല്ലേ? ഉളുപ്പുണ്ടെങ്കിൽ ഇവൻ ഈ പുറത്തിറങ്ങില്ല. ഉളുപ്പുണ്ടെങ്കിൽ KK രാഗേഷ് എന്ന് പറയുന്ന ഒരു വകക്ക് കൊള്ളാത്തവൻ പുറത്തിറങ്ങില്ലവൻ. ഇതൊക്കെയാണ് CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഡെവലപ്മെന്റ്സുകൾ. നമുക്ക് അടുത്ത ദിവസം തന്നെ കാത്തിരിക്കാം. ഇനി ആരൊക്കെയാണ് ധീരതയോടെ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ പേടിച്ചിരുന്നവർ, ഇന്നലെ വരെ പിണറായി വിജയനെ പേടിച്ചിരുന്നവർ, ഇന്നലെ വരെ അപ്പൻ ഗോവിന്ദനെ പേടിച്ചിരുന്നവർ രണ്ടും കൽപ്പിച്ച് അവർ ഇതാ ധീരതയോടെ തുറന്നടിക്കുകയാണ്. മതി, കഴിഞ്ഞു, നിർത്തിപ്പോ എന്ന് പറയുകയാണ് ഈ കണ്ണൂരിലെ നേതാക്കൾ. ഇനി മറ്റു ജില്ലകളിലെ നേതാക്കളും ഇവരുടെ പാത സ്വീകരിച്ചു കഴിഞ്ഞാൽ അതോടെ കേരളത്തിൽ പിണറായി യുഗത്തിന് തിരശ്ശീല വീഴുകയാണ്, മരുമോന്റെ യുഗത്തിനും തിരശ്ശീല വീഴുകയാണ്. CPM-ൽ കൂട്ട അടിയാണ് നടക്കുന്നത്. കൂട്ടടി. ഇതുപോലെ CPM-ന്റെ ഉള്ളിലുള്ള അന്തഛിദ്രം ഇത്രമാത്രം പുറത്തായ ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് CPM-നുള്ളിൽ പിണറായി വിജയന്റെ മേധാവിത്വം അവസാനിപ്പിക്കുകയാണ്. CPM-ലെ മറ്റു നേതാക്കന്മാർ കാരണഭൂതത്തെ സൈഡ് ലൈൻ ചെയ്യുകയാണ്, കാരണഭൂതത്തെ ഒതുക്കുകയാണ്, കാരണഭൂതത്തെ തൂക്കിയെടുത്തെറിയുകയാണ്. അതിന്റെ തുടക്കമാണ് ഇപ്പോൾ CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തമ്മിൽ തല്ലും കൂട്ട അടിയും. നമുക്കറിയാലോ, കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലേറെയായി CPM-ൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത, അല്ലെ, ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത നേതാവായി വടവൃക്ഷം പോലെ കാരണഭൂതം വളർന്ന് പന്തലിച്ച് നിൽക്കുകയായിരുന്നു. ഒരാൾ പോലും കൈ ചൂണ്ടിയിട്ട് പിണറായി വിജയൻ ചെയ്തത് അല്ലെങ്കിൽ പിണറായി വിജയന്റെ നിലപാടുകൾ തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. ടി പി ചന്ദ്രശേഖരൻ പണ്ട് പിണറായി വിജയന് നേരെ കൈ ചൂണ്ടി പറഞ്ഞിരുന്നു, സഖാവേ ഇതല്ല കമ്മ്യൂണിസം സഖാവേ എന്ന് പറഞ്ഞപ്പോ ആ TP ചന്ദ്രശേഖരനെ തന്റെ ഗുണ്ടകളെ വിട്ട്, തന്റെ ക്രിമിനലുകളെ വിട്ട് 51 വെട്ടുവെട്ടി കാലപുരിക്കയച്ച കഥ മറക്കില്ല, മലയാളികൾ മറക്കില്ല. സഖാക്കൾ മാത്രമല്ല, മലയാളികൾ ഒരിക്കലും മറക്കില്ല കേട്ടോ. മരിച്ചു കഴിഞ്ഞിട്ടും പിണറായി വിജയൻ പറഞ്ഞു അയാൾ കുലംകുത്തിയാണ് എന്ന് പറഞ്ഞു. പത്രലേഖകർ ചോദിച്ചു, മരിച്ചുപോയില്ലേ? മരിച്ചാൽ എന്ത്, മരിച്ചില്ലെങ്കിൽ എന്ത്? അയാൾ കുലംകുത്തി എന്ന് പറഞ്ഞ അതിനിഷ്ഠൂരനായ, അല്ലേ, എനിക്ക് തോന്നുന്നില്ല സമകാലിക കേരളത്തിൽ പിണറായി വിജയനെ പോലെ ഇത്രയും നീചനായ, ഇത്രയും ദുഷ്ടനായ ഒരു മനുഷ്യനില്ല കേട്ടോ. നമ്മൾ സാധാരണ മരിച്ചുപോയവരെ കുറിച്ച് നമ്മളങ്ങനെ കുറ്റം പറയാറില്ല. എത്രമാത്രം അവരോട് വിദ്വേഷമുണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മളതെല്ലാം മറക്കും. അതാണ് മനുഷ്യർ. പക്ഷേ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നിട്ട് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പറയുകയാണല്ലോ അയാൾ കുലംകുത്തി തന്നെയാണ്. വടിക്കൽ രാമകൃഷ്ണനെ മഴുകൊണ്ട് വെട്ടിക്കൊന്ന കേസിലെ 1-ാം പ്രതിയാണ് കേട്ടോ. മറക്കരുത്. കേരളം മറക്കില്ല. കഴിഞ്ഞ 25 വർഷം, ആദ്യത്തെ 15 വർഷം പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ പാർട്ടിയെ അടക്കി ഭരിച്ച, അതിനുശേഷം 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അടക്കി ഭരിച്ച, പാർട്ടിയെ പോലും അടക്കി ഭരിച്ച പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തും മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും പാർട്ടി പിണറായി വിജയന്റെ കൈക്കുള്ളിലായിരുന്നു. സംസ്ഥാനം മാത്രമല്ല, അതാണ് ഏറ്റവും വലിയ രസം, സംസ്ഥാനം മാത്രമല്ല, ദേശീയ തലത്തിൽ CPM എന്ന് പറഞ്ഞാൽ പിണറായി വിജയനായിരുന്നു. ഇപ്പൊ നമുക്കറിയാലോ, ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ആർക്കുണ്ട് വില? പുല്ലുവിലയല്ലേ. പിണറായി വിജയൻ കൈ ചൂണ്ടിയാൽ MA ബേബി പെടുക്കും, MA ബേബി മൂത്രിക്കും. പിണറായി വിജയൻ ഒന്ന് തുറിച്ചു നോക്കിയാൽ അത്രയേ ഉള്ളൂ. കാരണം അങ്ങനെയുള്ള ആൾക്കാരെയെ പിണറായി വിജയൻ വളർത്തിയിട്ടുള്ളൂ. അതാണ് CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ മുച്ചൂടും നശിക്കുകയാണ് എന്ന് നമ്മളൊക്കെ പറയാൻ കാരണം പിണറായി വിജയൻ ആരെയും വളർത്തിയിട്ടില്ല. തനിക്ക്
ഒരു ബോധവും വിവരവും ഇല്ല എന്ന് വളരെ നേരത്തെ പല അഭിമുഖങ്ങളിൽ ഏറ്റവും പ്രധാനം മോഹൻലാലുമായുള്ള അഭിമുഖത്തിൽ പിണറായി വിജയൻ തുറന്നു പറഞ്ഞു, AKGയെ പോലെ EMSനെ പോലെ എനിക്ക് അത്രമാത്രം വിജ്ഞാനമൊന്നുമില്ല, കമ്മ്യൂണിസത്തെ പറ്റിയും ഇത്തരത്തിൽപ്പെട്ട സൈദ്ധാന്തിക കാര്യങ്ങളെ കുറിച്ചും എനിക്ക് വലിയ വിജ്ഞാനമൊന്നുമില്ല, ഞാനൊരു സാധാരണ എന്താ പറയാ പ്രവർത്തകർക്കിടയിൽ പ്രവർത്തിച്ച പരിചയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കമ്മ്യൂണിസത്തെ പറ്റി അറിയില്ലെന്നേ. കമ്മ്യൂണിസത്തെ കുറിച്ച് ഇയാൾക്ക് അറിയില്ല. എതിർക്കാൻ വരുന്നവരെ ആക്രമിച്ച് കൊല്ലുക എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയന്റെ ശൈലി. അതായിരുന്നു കഴിഞ്ഞ 25 വർഷം കേരളം കണ്ടത്. എതിർ ശബ്ദങ്ങൾ ഉയരാൻ ഇടയാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടി ശരിയാക്കും. നമ്മൾ കണ്ടതല്ലേ വി എസിനെ കണ്ടതല്ലേ, ശംഖുമുഖം കടപ്പുറത്ത് VS-നെ ഒതുക്കിയത് നമ്മൾ കണ്ടതല്ലേ. എന്താണ് ഈ തിരമാലകൾ അല്ലേ, ആർത്തലിക്കുന്ന തിരമാലകൾ കടലിന്റെ മാർത്തട്ടിൽ ഉണ്ടാവുമ്പോഴേ കടലിലെ തിരമാലകൾക്ക് ശക്തിയുള്ളൂ. ബക്കറ്റിൽ കോരിയെടുത്താൽ അതിന് ശക്തിയില്ല എന്ന് VS-ന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഉളുപ്പില്ലാത്ത മനുഷ്യനാണ് പിണറായി വിജയൻ. ഞാൻ പഴയകാല സംഭവ വികാസങ്ങൾ പറയാൻ കാരണം ഇതാ എല്ലാം മാറുകയാണ്. പാർട്ടിക്കുള്ളിൽ പിണറായി വിജയനെ എടുത്തെറിയുകയാണ് പാർട്ടിക്കുള്ളിലെ നേതാക്കൾ. കലാപം തുടങ്ങിയത് കണ്ണൂരിൽ നിന്ന് തന്നെ പാർട്ടി കോട്ടയായ കണ്ണൂരിൽ. നമുക്കറിയാലോ, പാർട്ടി കോട്ട എന്നൊക്കെ പറയുകയാണെങ്കിലും കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കോട്ടയുമില്ല. കോട്ടയൊക്കെ തകർന്നു കഴിഞ്ഞു. കോട്ടയൊക്കെ തകർന്ന് തരിപ്പണമായി. പയ്യന്നൂര് പോയി, തളിപ്പറമ്പ് പോയി. ഇനി എന്താ പോകാനുള്ളത്? ഒരു ഇളക്കവും തട്ടില്ല എന്ന് അഭിമാനിച്ചിരുന്ന പാർട്ടി സഖാക്കൾ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ്. എല്ലാവർക്കും മടുത്തു, ഈ പാർട്ടിയോട് മടുത്തു. കാരണം ഈ പാർട്ടിയുടെ നായകൻ എന്ന് പറയുന്നത് ജനങ്ങൾ മുഴുവൻ വെറുത്തുപോയ ഒരാൾ. ആ വെറുത്തുപോയ ആളെയാണ് ലോകം മുഴുവൻ കൂറ്റൻ ഹോർഡിങ്ങുകളെ വെച്ചിട്ട് ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് വോട്ട് ചോദിച്ചത്. ജനങ്ങൾ പറഞ്ഞു, നീയല്ലടോ കാരണഭൂതമേ, നീയല്ലാതെ ഒരുപാട് പേരുണ്ടോ ഇവിടെ എന്ന് ജനങ്ങൾ മറുപടി പറഞ്ഞു. എന്നിട്ട് പോലും ഉളുപ്പില്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായവും ഇട്ട് നിയമസഭയിൽ ഇരുന്ന് വി ഡി സതീശന്റെ തീപ്പാറുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ വിറച്ചിരിക്കുകയാണ്. നനഞ്ഞ കോഴി, ശരിയല്ലേ? ജി സുധാകരൻ പറഞ്ഞത് നനഞ്ഞ കോഴിയാണ്, വസന്ത പിടിച്ച തൂക്കൽ പിടിച്ച കോഴിയാണ് പിണറായി വിജയൻ എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എടോ വായ തുറന്ന് വല്ലതും പറയടോ, താനല്ലടോ പ്രതിപക്ഷ നേതാവ്, വായ തുറന്ന് വല്ലതും പറയടോ, ഇങ്ങനെ ഇരിക്കുകയാണോടോ എന്ന് രോഷത്തോടെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് പിണറായി വിജയന്റെ നേർക്ക് ചോദിച്ചതല്ല അലറിയത്. എട്ടോ ഉളുപ്പില്ലടോ ഇങ്ങനെ ഇരിക്കാൻ, എണീറ്റ് വല്ലതും പറയടോ എന്ന് ചോദിച്ചത് ഇന്നലെ വരെ പിണറായി വിജയൻ പെട്ടി തൂക്കി നടന്നിരുന്ന KN ബാലഗോപാലാണ്. സംഭവം മാറുകയാണ്. ഇതാ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇന്നത്തെ പത്രത്തിലൊക്കെ ഉണ്ടല്ലേ. ഇ പി ജയരാജൻ കണ്ണൂരിൽ അതിശക്തനായ ഇ.പി. ജയരാജൻ പറയുകയാണ്, ഈ വിവാദമൊക്കെ വെറുതെയാണ്. ഏത് വിവാദം? വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അദാനിയുടെ കൈവശമുള്ള ഷെയറുകളുടെ 49% MSC കമ്പനിക്ക് വിൽപ്പന നടത്തുക എന്നത് സംബന്ധിച്ച് ഈ പറയുന്ന പിണറായി വിജയനും അപ്പം ഗോവിന്ദനും കുറെ അസ്മാദികൾ ഉണ്ടല്ലോ, കുറെ വിവരം കെട്ടവര്, കഴുകിയാലും നന്നാവാത്തവര്, പി രാജീവിനെ പോലുള്ള ഒരു മൈസക്കും ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് തുറന്നടിക്കുകയാണ് ഇ.പി. ജയരാജൻ. കേട്ടോ, ഇ.പി. ജയരാജൻ പറഞ്ഞത് ശരിയല്ലേ? അദാനിയുടെ കൈവശമുള്ള ഓഹരിയിൽ 49% MSC കമ്പനിക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ അതില് ഒരു തെറ്റും ആർക്കും കണ്ടെത്താൻ കഴിയില്ല. അതിലൊരു തെറ്റുമില്ലാതെ വളരെ കൃത്യമായ നടപടി ക്രമങ്ങളിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോഴാണ് ഒരാവശ്യവുമില്ലാതെ വിവാദം ഉണ്ടാക്കുകയാണ്. ആൾക്കാരൊക്കെ ചിരിക്കുകയാണ്. ഈ TV ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് ഇവര് വി ഡി സതീശൻ ചെയ്തത് തെറ്റാണ്, വി ഡി സതീശന്റെ മംഗലാപുരം യാത്ര, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്താണ് വി ഡി സതീശൻ ചെയ്ത തെറ്റ്? എന്താണ് UDF സർക്കാർ ചെയ്ത തെറ്റ്? ഈ ഓഹരി കൈമാറ്റം, അതിൽ എന്ത് തെറ്റ്? വളരെ നിയമാനുസൃതമല്ലേ ഓഹരി കൈമാറ്റം? എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞു, എല്ലാ കള്ളത്തരങ്ങളും പൊട്ടി നാണം കെട്ടിരിക്കുകയാണ് ഈ പറയുന്ന പ്രതിപക്ഷ നിര എന്നല്ല ഞാൻ പറയുന്നത്, CPM-കാർ മുഴുവൻ. അപ്പോഴാണ് ഇ.പി. ജയരാജൻ പറയുന്നത്, എന്തിന് നാണം കെടാൻ പോകുന്നു? ഇതിലൊന്നും കാര്യമില്ല. ഈ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ എന്തിനാണ് ഇത്തരം വിവാദങ്ങൾ? ഇത്തരം വികസന പദ്ധതികൾ നമ്മൾ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത് എന്ന് ഇ.പി. പറയുകയാണ്. കേട്ടോ, പക്ഷെ അതൊന്നുമല്ല. അതിനേക്കാൾ നമ്മളെ ആകെ കോരിത്തരിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? 2 പെൺപുലികൾ, അതായത് KK ശൈലജയും PK ശ്രീമതിയും, ആ 2 പേരും
എന്ന് പറഞ്ഞാൽ ഇ പി മാത്രമല്ല, ഇ പിയും കെ ശൈലജയും പി.കെ. ശ്രീമതിയും വളരെ 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 രോഷത്തോടെ ഇവര് കൈവരം ചൂണ്ടുന്ന ആർക്ക് നേരെയാണ് അറിയോ? ഈ പെട്ടി തൂക്കി. ഞാൻ 3-4 വീഡിയോകൾ പറഞ്ഞു. പെട്ടി തൂക്കി എന്ന് പറയുന്ന ഒലിപ്പൻ അല്ലെ, ഒലിപ്പീസൻ ആര്? കെ രാഗേഷ്. കെ രാഗേഷ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയുടെ CPM-ന്റെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി. കണ്ണൂരിൽ പാർട്ടി ഈ വിധം നശിച്ച് നാറാണക്കല്ലെടുക്കാൻ കാരണം ഒരേ ഒരാളാണ്, ഈ പറയുന്ന കെ രാഗേഷ്. കഴിക്കുക നന്നാവാത്ത സാധനം, ഒരു വകക്ക് കൊള്ളാത്തവൻ. ഓന്റെ നേരെ കൈവിരൽ ചൂണ്ടുകയാണ് ആര്? പി.കെ. ശ്രീമതിയും കെ ശൈലജയും. ഇവൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി കരയാൻ തുടങ്ങിയിട്ട് അല്ലെ, കുറെ ദിവസങ്ങളായി കരയാൻ തുടങ്ങിയിട്ട്. ദിവ്യ പോയേ ദിവ്യ എസ് അയ്യർ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റി. ദിവ്യ എസ് അയ്യരെ മാത്രമല്ല മാറ്റിയത്, പുതിയ സർക്കാർ അധികാരത്തിലേറിയ ശേഷം വിവിധ മേഖലകളിൽ IAS ഉദ്യോഗസ്ഥരെ പലരെയും മാറ്റി. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പ്രതിഷ്ഠിച്ച IAS ഉദ്യോഗസ്ഥരെ മുഴുവനും അവര് മാറ്റി. അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള IAS ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചത്. അതേപോലെ വിഴിഞ്ഞം പോർട്ടിന്റെ MD സ്ഥാനത്ത് നിന്ന് ആരെ മാറ്റി? ദിവ്യ എസ് അയ്യരെ മാറ്റി. പൊള്ളി ആർക്ക്? കെ രാഗേഷിന്. അയ്യോ, എങ്ങനെ മാറ്റും? ദിവ്യ എസ് അയ്യർ എങ്ങനെ മാറ്റും? മാറ്റടോ. ദിവ്യ എസ് അയ്യർ എന്താ? ദിവ്യത്വമുള്ളവരാണ്. ദിവ്യത്വമുള്ള സ്ത്രീയാണോ ദിവ്യ എസ് അയ്യർ? ആർക്കും തൊടാൻ പറ്റാത്ത? അങ്ങനുണ്ടോ? എല്ലാ IAS ഉദ്യോഗസ്ഥന്മാരെയും മാറ്റാം, ദിവ്യ എസ് അയ്യരെ തൊടാൻ പാടില്ല. അത്രേ ഇതെവിടുത്തെ നിയമടോ? കെ രാഗേഷെ ചോദിക്കുന്ന ആരെന്നറിയോ? ചോദിക്കുന്നത് പി.കെ. ശ്രീമതിയും കെ ശൈലജയും ചോദിക്കാണ്. ഇതൊക്കെ സ്വാഭാവികമല്ലേ? ഇതൊക്കെ എന്ന് ചോദിക്കുകയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയോട് ഇന്നലെ കെ ശൈലജ ചോദിച്ചു, ഇന്ന് പി.കെ. ശ്രീമതി ചോദിച്ചു. കെ ശൈലജ ചോദിച്ച് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ട്. ഇന്ന് പി.കെ. ശ്രീമതി ചോദിക്കുന്നു. സ്വാഭാവികമല്ലേ? ഒരു സർക്കാർ വന്നാൽ അധികാര സ്ഥാനത്തിരിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാരെ മാറ്റും. ഇത് VD സതീശൻ സർക്കാർ മാത്രം ചെയ്യുന്നതല്ല. പിണറായി ചെയ്തിരുന്നു, VS ചെയ്തിരുന്നു, നായനാർ ചെയ്തിരുന്നു, ഉമ്മൻചാണ്ടി ചെയ്തിരുന്നു. എല്ലാ സർക്കാരുകളും അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് വിശ്വാസ്യതയുള്ള, അവർക്ക് വിശ്വസ്തരായ ഈ ഉദ്യോഗസ്ഥരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. പഴയ ഉദ്യോഗസ്ഥരെ മാറ്റും. വിഴിഞ്ഞത്ത് അതേ ചെയ്തിട്ടുള്ളൂ. വിഴിഞ്ഞത്ത് മാത്രമല്ല, വിഴിഞ്ഞം പോർട്ടിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വിഴിഞ്ഞ പോർട്ടിൽ മാത്രം ദിവ്യ എസ് അയ്യരെ മാറ്റിയാൽ എന്തിന് കെ രാഗേഷും പൊള്ളുന്നു എന്ന് കെ ശൈലജ ചോദിക്കുന്നു, പി.കെ. ശ്രീമതി ചോദിക്കുന്നു. ഉളുപ്പില്ലടോ രാഗേഷേ, ഉളുപ്പില്ല. നിന്റെ കാര്യം എല്ലാവർക്കും അറിയടോ. VD സതീശൻ ചോദിച്ചില്ലേ? VD സതീശൻ പത്രസമ്മേളനത്തിൽ ചോദിച്ചില്ലേ? എന്നോട് ചോദിപ്പിക്കണമെന്ന് പറഞ്ഞത്. കെ രാഗേഷിന്റെ കരച്ചിലെ, കെ രാഗേഷ് എന്തിനാണ് കരയുന്നത് എന്ന് എനിക്കറിയാം, കേരളത്തിലെ എല്ലാവർക്കും അറിയാം. വെറുതെ പറയിപ്പിക്കല്ലേ എന്നാണ് VD സതീശൻ പറഞ്ഞത് പത്രസമ്മേളനത്തിൽ. അത് തന്നെയാണ് പി.കെ. ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും കെ രാഗേഷ് നേരെ വിരൽ ചൂണ്ടി ചോദിക്കുന്നു. എടോ നിർത്തടോ രാഗേഷേ, നിന്റെ ഇമാതിരിയുള്ള ഒലിപ്പിക്കലും നിന്റെ ഒലിപ്പിക്കൽ കരച്ചിലും. എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. കണ്ണൂരിൽ പാർട്ടിയുടെ കോട്ട എന്നറിയപ്പെട്ടിരുന്ന കണ്ണൂരിൽ പി.കെ. ശ്രീമതി, കെ ശൈലജ, ഏറ്റവും കരുത്തരായ 3 പേർ കെ രാഗേഷിനെതിരെ, പിണറായി വിജയനെതിരെ, MV ഗോവിന്ദനെതിരെ കലാപം തുടങ്ങിക്കഴിഞ്ഞു. MV ജയരാജൻ കഴിഞ്ഞ ദിവസം MV ജയരാജൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഈ വിമത നേതാക്കന്മാരെ അവരെ തിരിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ആര് കണ്ണൂരിട്ടിയത്? MV ഗോവിന്ദൻ കണ്ണൂരിട്ടിയതേ അതിനെ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ തൽക്കാലം MV ജയരാജൻ അടങ്ങിയിരുന്നു. പക്ഷേ ഇ പി അടങ്ങില്ല. കെ ശൈലജയും എല്ലാവർക്കും കണക്കുകൾ തീർക്കാനുണ്ടെന്നേ അല്ലേ? ഇത്രയും കാലം മിണ്ടാതിരിക്കുകയായിരുന്നു ഇ പിയെ കവച്ചു വെച്ചുകൊണ്ടാണ്, ഇ പിയെ മറികടന്നുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിയായി ആര് വരുന്നത്? MV ഗോവിന്ദൻ വരുന്നത്. സഹിക്കില്ല ഇ പി ഇതാ രണ്ടും കൽപ്പിച്ച് ഇ പി പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ്. കെ ശൈലജയെ എത്രമാത്രം അപമാനിച്ചു എന്ന് പറയുന്നു. കാരണഭൂതം എത്ര തവണ ഓരോന്നിനും കണക്ക് തീർക്കുകയാണ് പി.കെ. ശ്രീമതിയും കെ ശൈലജയും ഇ.പി. ജയരാജനും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലേക്ക് CPM കടന്നിരിക്കുന്നു. അതായത് ഇവർ തെറ്റ് തിരുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് കീഴ്ഘടകങ്ങളോട് അഭിപ്രായം പറയാൻ പറഞ്ഞു. എല്ലാവരും അഭിപ്രായം പറഞ്ഞു. കാരണഭൂതത്തെ മാറ്റണം, ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയെ മാറ്റണം, പെട്ടി തൂക്കി നേതാക്കന്മാരെ മുഴുവൻ മാറ്റണം എന്ന് ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഒക്കെ പറഞ്ഞിട്ടും ഇവരതൊന്നും കേട്ടില്ല, ഇവരതൊന്നും റിപ്പോർട്ടാക്കിയില്ല, ഇവരതൊന്നും PB-യിൽ ഹാജരാക്കിയില്ല. പക്ഷേ മുതിർന്ന നേതാക്കൾ ഇതാ ഇവർക്ക് നേരെ കൈ ചൂണ്ടുകയാണ്.
കുറ്റവാളികൾ നിങ്ങളാണ്. നിങ്ങൾ എന്തിനാവശ്യമില്ലാതെ വിഴിഞ്ഞം 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 എന്ന് പറഞ്ഞു നടക്കുന്നു? കൊണ്ടുവന്നത് MSC കമ്പനിയെ കൊണ്ടുവന്നത് നിങ്ങളല്ലേ? അല്ലേ? MSC കമ്പനിയെ ഈ കഴിഞ്ഞ വർഷം 2025 ജനുവരി മാസത്തിൽ നടന്ന വിഴിഞ്ഞം കോൺക്ലേവിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് MSC കമ്പനിയെ ക്ഷണിച്ചു കൊണ്ടുവന്നത് കാരണഭൂതമല്ലേ? പി രാജീവല്ലേ? VN വാസവനല്ലേ? ഈ പറഞ്ഞ ദിവ്യ സയ്യരല്ലേ? എന്തിന് MSCയെ ക്ഷണിച്ചുകൊണ്ടുവന്നു? വിഴിഞ്ഞം പോർട്ടിന്റെ കോൺക്ലേവിൽ പങ്കെടുക്കാൻ MSC കമ്പനിയെ എന്തിന് ക്ഷണിച്ചു കൊണ്ടുവന്നു? എന്തിനാ? ഈ കഴിഞ്ഞ ഏതൊരു ചർച്ചയിൽ രാജു പി നാർ ചോദിച്ച പോലെ സെക്രട്ടേറിയറ്റ് വിൽക്കാനായിരുന്നോ ഈ MSC കമ്പനി കൊണ്ടുവന്നത്? വിഴിഞ്ഞത്ത് ഇൻവെസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ MSC കമ്പനിയെ കൊണ്ടുവന്നത്, അല്ലേ? എന്നിട്ടോ അവരിപ്പോ 13,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അവർ അദാനിയുടെ ഷെയർ വാങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുരുവട്ടാൻ തുടങ്ങിയല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ ഞാൻ ഇന്ന് രാവിലത്തെ വീഡിയോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഭരണം പോയപ്പം കേരളത്തിൽ വികസനം പാടില്ല. നിങ്ങളുടെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഭരണം പോയി. നിങ്ങളുടെ തകരാറ് കൊണ്ട്, നിങ്ങളുടെ തോന്നിവാസം കൊണ്ട്, നിങ്ങളുടെ തെമ്മാടിത്തം കൊണ്ട് നിങ്ങൾക്ക് ഭരണം പോയി. അപ്പോൾ വിഴിഞ്ഞമിനി രക്ഷപ്പെടാൻ പാടില്ല. ഇന്നലെ വരെ നിങ്ങളുടെ പാർട്ട്ണറായിരുന്ന അദാനി ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വലിയ പരനാറിയായി. നിങ്ങൾ കഴിഞ്ഞ വർഷം ക്ഷണിച്ചു കൊണ്ടുവന്ന MSC നിങ്ങൾക്ക് ഏറ്റവും വലിയ ദ്രോഹിയായി, അല്ലേ? ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ കണ്ടു ചിരിക്കുകയാണ്. ഓരോ വൈകുന്നേരങ്ങളിലും ന്യായീകരണ കാപ്സ്യൂളുകളുമായി വരുന്ന ഈ അഡ്വക്കേറ്റ് അരുൺകുമാറിനെ പോലെ, അനിൽകുമാറിനെ പോലെ, ഗോപനെ പോലെ ഇങ്ങനെ ഒരുപാട് പേര് വിഡ്ഢിവേഷം കിട്ടുകയാണ്. കോമാളി കളികൾ കളിക്കുകയാണ്. ആൾക്കാർ കണ്ട് ചിരിക്കുകയാണ്. തമാശ പരിപാടികൾ ഇപ്പൊ ആൾക്കാർ കാണുന്നില്ല. എന്റർടൈൻമെന്റ് ചാനലുകളൊന്നും ആൾക്കാർ തുറക്കുന്നില്ല. വൈകുന്നേരത്തെ ചർച്ച കണ്ടാൽ മതി. ഈ പറയുന്ന അഡ്വക്കേറ്റ് അനിൽകുമാറും അഡ്വക്കേറ്റ് അരുൺകുമാറും ഡോക്ടർ ഗോപനും തുടങ്ങിയ ആൾക്കാരുടെ ന്യായീകരണങ്ങൾ കണ്ടിട്ട് ആരോ പറഞ്ഞ പോലെ സലീം കുമാറും ഇന്നസെന്റ് ഒക്കെ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോയി. പക്ഷേ മലയാളികൾക്ക് സമാധാനം അവരെക്കാൾ ചിരിപ്പിക്കുന്ന ഒന്നാം നമ്പർ കൊമേഡിയന്മാരായി ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളികൾ മുന്നിൽ. അവരുടെ എല്ലാറ്റിന്റെയും കൊമേഡിയൻ രാജാവായി അപ്പം ഗോവിന്ദനും. പിന്നെന്തിന് അവർക്ക് വിഷമം? ഇന്നസെന്റിനേക്കാൾ അവരെ ചിരിപ്പിക്കുന്ന, സലീം കുമാറിനേക്കാൾ അവരെ ചിരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള CPM-ലെ വിദൂഷക വേഷം കെട്ടിയാടുന്ന കോമാളിക്കൂട്ടം. CPM-ൽ കൂട്ടയടി, കൂട്ടത്തല്ല്. കാരണം പിണറായിയെ പിടിച്ചു പുറത്താക്കുക. ഏതാണ്ട് പിടികൂടി കഴിഞ്ഞു. ഇനി ഒരൊറ്റേറാണ് അറബിക്കടലിലേക്ക് പിണറായി യുഗം അവസാനിക്കുകയാണ്. കേരളത്തിൽ പിണറായി യുഗം അവസാനിക്കുകയാണ് എന്ന് തന്നെ കരുതിക്കോ. അതിന്റെ തുടക്കമാണ് ഈ പൊട്ടിച്ച ഈ വെടി. പിന്നാലെ ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും പൊട്ടിച്ച വെടി. അവരുടെ ലക്ഷ്യം കാരണഭൂതം മാത്രമല്ല, കാരണഭൂതത്തിന്റെ ഒന്നാം നമ്പർ പെട്ടി തൂക്കിയായ KK രാഗേഷ് എന്ന് പറയുന്ന ഒലിപ്പീസൻ ദിവ്യായ സയ്യർക്ക് വേണ്ടിയിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഇവന്റെ കാപട്യം തുറന്ന് കാണിക്കുകയാണ്. ഉളുപ്പില്ലാത്തവനെ ദിവ്യായ സയ്യർക്ക് വേണ്ടി എന്തിനാണോ മോങ്ങുന്നത് എന്ന് ചോദിക്കുന്നത് ശൈലജ ടീച്ചറും PK ശ്രീമതിയുമാണ്, അല്ലേ? ഉളുപ്പുണ്ടെങ്കിൽ ഇവൻ ഈ പുറത്തിറങ്ങില്ല. ഉളുപ്പുണ്ടെങ്കിൽ KK രാഗേഷ് എന്ന് പറയുന്ന ഒരു വകക്ക് കൊള്ളാത്തവൻ പുറത്തിറങ്ങില്ലവൻ. ഇതൊക്കെയാണ് CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഡെവലപ്മെന്റ്സുകൾ. നമുക്ക് അടുത്ത ദിവസം തന്നെ കാത്തിരിക്കാം. ഇനി ആരൊക്കെയാണ് ധീരതയോടെ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ പേടിച്ചിരുന്നവർ, ഇന്നലെ വരെ പിണറായി വിജയനെ പേടിച്ചിരുന്നവർ, ഇന്നലെ വരെ അപ്പം ഗോവിന്ദനെ പേടിച്ചിരുന്നവർ രണ്ടും കൽപ്പിച്ച് അവർ ഇതാ ധീരതയോടെ തുറന്നടിക്കുകയാണ്. മതി, കഴിഞ്ഞു, നിർത്തിപ്പോ എന്ന് പറയുകയാണ് ഈ കണ്ണൂരിലെ നേതാക്കൾ. ഇനി മറ്റു ജില്ലകളിലെ നേതാക്കളും ഇവരുടെ പാത സ്വീകരിച്ചു കഴിഞ്ഞാൽ അതോടെ കേരളത്തിൽ പിണറായി യുഗത്തിന് തിരശ്ശീല വീഴുകയാണ്. മരുമോന്റെ യുഗത്തിനും തിരശ്ശീല വീഴുകയാണ്.